ഓം ശ്രീരാമചന്ദ്രായ നമഃ. അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷ ദിനവിശേഷം എന്ന ഈ പംക്തിയിൽ ഇപ്പോൾ പറയുന്നത് അയോധ്യയിലെ രാംലല്ല പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചാണ്. നാളെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. നാളെ 2024 ജനുവരി 22 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിൽ നോക്കിയാൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആ പ്രാണപ്രതിഷ്ഠാ നിമിഷം, രാംലല്ല പ്രാണപ്രതിഷ്ഠാ നിമിഷം ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ പാതയിൽ നോക്കിയാൽ വളരെയേറെ പ്രധാനപ്പെട്ട നിമിഷം കൂടിയാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തെ ശക്തിപ്പെടുത്തിയ മഹത്തായ ഇതിഹാസ ഗ്രന്ഥമാണ് രാമായണം. ഈ രാമായണത്തെ, വാത്മീകി രചിച്ച രാമായണത്തെ നമുക്ക് മലയാളത്തിലേക്ക് തുഞ്ചത്ത് എഴുത്തച്ഛൻ പകർന്നു തന്നത് അധ്യാത്മരാമായണം എന്ന പേരിലാണ്. ആ പേരിൽ തന്നെയുണ്ട് ആധ്യാത്മികത അതിൽ തന്നെയുണ്ട്. ആ അധ്യാത്മരാമായണത്തിൽ, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ക്ലിപ്പാട്ടിലെ അതിൻ്റെ ബാലകാണ്ഡത്തിൽ രാമായണ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മൻ കൊണ്ടേ എന്ന് അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ പറയാണ്. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് അധ്യാത്മപ്രദീപകമാണെന്ന്. ആധ്യാത്മിക കാര്യങ്ങളിൽ ആധ്യാത്മികമായ വെളിച്ചം നമുക്ക് തരുന്നതാണ് അധ്യാത്മരാമായണം എന്ന ഗ്രന്ഥം, എന്ന ഇതിഹാസ ഗ്രന്ഥം എന്നാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ ബാലകാണ്ഡത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധ്യാത്മിക വിഷയത്തിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ള ആ രാമകഥയിലെ നായകനായ ശ്രീരാമചന്ദ്രദേവൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിലെ രാംലല്ല ബാലകരാമനെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയാണ് നാളെ. അതുകൊണ്ട് തന്നെ ഇത് ആധ്യാത്മികത പാതയിൽ വളരെ പ്രധാനമാണ് എന്നർത്ഥം. ഈ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ അതിൻ്റെ മുദ്രയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാന വാക്യം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. നമുക്കറിയാം, രാമോ വിഗ്രഹാൻ ധർമ്മ എന്ന വളരെ പ്രശസ്തമായ രാമായണ വചനമാണ്. വാൽമീകി രാമായണത്തിലെ അതിൻ്റെ ആരണ്യകാണ്ഡത്തിൽ 37 സർഗത്തിലെ 13 ശ്ലോകം ഇങ്ങനെയാണ്: രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഃ എന്ന്. രാമൻ എന്ന് പറയുന്നത് വിഗ്രഹവാൻ ധർമ്മ. വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനെ അവതരിപ്പിക്കുന്നത് മര്യാദാ പുരുഷോത്തമനായിട്ടാണ്, ഉത്തമ പുരുഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മര്യാദാ പുരുഷോത്തമനായ സാക്ഷാൽ രാമൻ, രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മം ശരീരമെടുത്ത ആളാണ്, ധർമ്മം ഉടലെടുത്ത വ്യക്തിയാണ് രാമൻ. രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മം തന്നെയാണ്, ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് രാമൻ എന്നാണ് വാത്മീകി രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ പറയുന്നത്. ആ രാമൻ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഃ എന്നാണ് മരീചൻ രാവണനോട് പറയുന്ന സന്ദർഭത്തിലാണ് ആരണ്യകാണ്ഡത്തിലെ ഈ ശ്ലോകം വരുന്നത്. ഏതായാലും ആ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള ഒരൊറ്റ വരിക്ക് വളരെയേറെ അർത്ഥതലങ്ങളുണ്ട്. ധർമ്മം എന്ന ആ വാക്ക്, ധർമ്മം ചര എന്നാണ് നമ്മുടെ വൈദിക മന്ത്രം തന്നെ, വൈദിക സന്ദേശം തന്നെ, വേദങ്ങളുടെ സന്ദേശം തന്നെ ധർമ്മം ചര എന്നുള്ളതാണ്. ആ ധർമ്മം ചര എന്നുള്ള വേദ സന്ദേശത്തെ പ്രാവർത്തികമാക്കുന്ന മഹത്തായ ഇതിഹാസം കൂടിയാണ് രാമായണം എന്ന് വരുന്നു. ആ രാമായണത്തിലെ നായകൻ ശ്രീരാമചന്ദ്രൻ
തന്നെ ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് എന്ന് വാത്മീകി മഹർഷി പറയുകയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന്. ആ വചനമാണ് ഈ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ, തീർത്ഥക്ഷേത്രത്തിൻ്റെ ലോഗോയിൽ ഉള്ള പ്രധാന വാക്യം, മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന്. അതും ഇതിൻ്റെ ആധ്യാത്മികതയുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. അങ്ങനെ നാളെ ജനുവരി 22 ഉച്ചയ്ക്ക് 12:20 പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക. നമുക്കറിയാം ബാലക രാമനെയാണ്, രാംലല്ല പ്രതിഷ്ഠയാണ്. രാംലല്ല എന്ന് പറഞ്ഞാൽ ബാലക രൂപത്തിലുള്ള 5 വയസ്സ് പ്രായത്തിലുള്ള ശ്രീരാമദേവനെയാണ് പ്രാണപ്രതിഷ്ഠയായിട്ട് നടത്തുന്നത്. ഈ സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12:20 സമയത്ത് ചന്ദ്രപക്ഷ രീതിയിലുള്ള പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി തിഥി വരുന്ന ദിവസമാണ്. മകീര നക്ഷത്രത്തിലെ 2ാം ഭാഗത്തിലാണ് പ്രതിഷ്ഠ. ആ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. മേടലഗ്നത്തെ സമയത്താണ് ഈ പ്രതിഷ്ഠ വരുന്നത്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന വളരെയധികം ശുഭമുഹൂർത്തം, ജ്യോതിഷപരമായും വളരെയേറെ പ്രാധാന്യമുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇത് അഭിജിത് മുഹൂർത്തം കൂടിയാണ്. അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം. പകലിൻ്റെ മധ്യത്തിലുള്ള മധ്യാഹ്ന സമയത്ത് വരുന്ന 2 നാഴികയാണ്. അഭിജിന്നാമ മധ്യാഹ്നേ മുഹൂർത്തോ ഘടികാദ്വയം എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു. മധ്യാഹ്നത്തിൽ വരുന്ന 2 നാഴിക സമയമാണ്, 48 മിനിറ്റ് സമയമാണ് അഭിജിത് മുഹൂർത്തം. ആ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്ന, ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന ശുഭമുഹൂർത്തമാണ് എന്നാണ് സങ്കല്പം. സാക്ഷാൽ പരമശിവൻ ത്രിപുരന്മാരെ നിഗ്രഹിച്ചത് അഭിജിത് മുഹൂർത്തത്തിലാണ്, മധ്യാഹ്ന സമയത്താണ് എന്ന് പല പുരാണങ്ങളിലും പറയുന്നു. മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ച വേളയാണ്, അല്ലെങ്കിൽ ദോഷങ്ങളെ മുഴുവൻ അകറ്റുന്ന വേളയാണ് അഭിജിത് മുഹൂർത്തം എന്നും പുരാണങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അങ്ങനെ അഭിജിത് മുഹൂർത്തം വളരെയേറെ പ്രധാനപ്പെട്ട സമയമാണ്. ആ അഭിജിത് മുഹൂർത്തത്തിൽ കൂടിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. നാളെ അയോധ്യയിലെ സൂര്യോദയം 6:50 അസ്തമയം 5:35. അതിനിടയ്ക്ക് കൃത്യമായ മധ്യാഹ്ന സമയത്ത് ദിനമാനത്തിൻ്റെ പകുതി വരുന്ന സമയം ആണ്. അതിൻ്റെ 2 നാഴിക മുന്നോട്ടുമായിട്ടുള്ള 2 നാഴിക സമയമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. അപ്പോൾ ഏതായാലും നാളത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് വളരെ ശ്രേഷ്ഠമായ അഭിജിത് മുഹൂർത്തത്തിലാണ്. ഈ സമയത്തിന് മറ്റൊരു പ്രത്യേകത, ഇത് ശ്രീരാമദേവൻ്റെ ജന്മസമയം കൂടി സൂചിപ്പിക്കുന്ന സമയമാണ് ഈ മധ്യാഹ്ന സമയം എന്ന് പറയുന്നത്. ശ്രീരാമദേവൻ്റെ ജന്മസമയത്തെക്കുറിച്ച് വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എഴുത്തച്ഛൻ പറയാണ് ശ്രീരാമ അവതാര സമയത്തെക്കുറിച്ച്. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. ഉദയം കർക്കടകം, കർക്കടക രാശിയിലാണ് ജനിക്കുന്നത് എന്ന് രാമായണത്തിൽ പറയുന്നു. അതായത് നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ. അർക്കനും അത്യുച്ചസ്ഥനാണ്. മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു. ഉദയം കർക്കടക ലഗ്നമാണ്. അപ്പോൾ നമുക്കറിയാം മധ്യാഹ്ന സമയത്തായിരുന്നു ശ്രീരാമദേവൻ്റെ ജനനം. ആ മധ്യാഹ്ന സമയത്തെ ആ ശുഭമുഹൂർത്തത്തിലുള്ള ആ സമയത്ത് തന്നെയാണ് ഇവിടെ നാളെ രാംലല്ല പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ശ്രീരാമദേവൻ്റെ ജനന സമയത്തിനോടടുത്ത മധ്യാഹ്ന സമയത്ത് തന്നെ ഇവിടെ രാംലല്ല പ്രതിഷ്ഠ ചടങ്ങ് കൂടി നടക്കുന്നു. ഉത്തമമായ അഭിജിത് മുഹൂർത്തത്തിൽ നടക്കുന്നു. അങ്ങനെയുള്ള പ്രാധാന്യം നാളത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുണ്ട്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട സമയമാണെന്ന് പറഞ്ഞു. ആധ്യാത്മിക പാതയിലെ വലിയൊരു ഘട്ടമാണ് ഈ രാംലല്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്.
അതുകൊണ്ട് തന്നെ ഈ ദിവസം നമുക്കേവർക്കും രാമമന്ത്രങ്ങൾ ഉരുവിടാം. രാമമന്ത്രങ്ങൾ ഉരുവിട്ട് ശ്രീരാമദേവനെ ഭജിച്ചുകൊണ്ട്, ശ്രീരാമദേവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആ മുഹൂർത്തങ്ങൾ നമുക്ക് സാർത്ഥകമാക്കാം. അതിന് നമുക്ക് ശ്രീരാമ മന്ത്രങ്ങൾ ചൊല്ലാം, ശ്രീരാമ സ്തുതികൾ, ശ്രീരാമ സ്തോത്രങ്ങൾ എല്ലാം നമുക്ക് ആ വേളയിൽ നമുക്ക് ആലപിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിലാണെങ്കിൽ തന്നെ 5 തിരിയിട്ട വിളക്ക്, ഭദ്രദീപം കൊളുത്തി, നിലവിളക്ക് കൊളുത്തി ശ്രീരാമദേവനെ ആരാധിക്കാം. ശ്രീരാമദേവൻ്റെ ചിത്രം, ഫോട്ടോ വെച്ച് നമുക്ക് ആരാധിക്കാം. ഇല്ലെങ്കിൽ പോലും 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി ശ്രീരാമദേവനെ ആരാധിക്കാം. ഈ വേളയിൽ ശ്രീരാമ മന്ത്രങ്ങൾ ചൊല്ലാം. രാമ 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 എന്ന ശ്രീരാമ മന്ത്രം മാത്രം ചൊല്ലിയാൽ പോലും ആ ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് കിട്ടുകയാണ്. അതിൽ കടന്ന് നമുക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള രാമമന്ത്രങ്ങൾ നമുക്ക് ആലപിക്കാം. അതുമില്ലെങ്കിൽ നമുക്ക് രാമസ്തുതികൾ ധാരാളമുണ്ട്. നമുക്ക് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം നമുക്ക് ആ വേളയിൽ ഈ ദിവസം മുഴുവനും നമുക്ക് രാമമന്ത്രങ്ങൾ ചൊല്ലാം. ഇങ്ങനെ: രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ മുതലായ ശ്രീരാമമന്ത്രങ്ങൾ ചൊല്ലാം. അതില്ലെങ്കിൽ നമുക്ക് അധ്യാത്മ രാമായണത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അങ്ങനെ പലതരത്തിലുള്ള ശ്രീരാമമന്ത്രങ്ങൾ നമുക്കുണ്ട്. ശ്രീരാമകർണാമൃതം വളരെ പ്രശസ്തമാണ്. ശ്രീരാമം ത്രിജഗദ്ഗുരും സുരവരം സീതാമനോനായകം ശ്യാമാംഗം ശശികോടി മഞ്ജുവദനം വക്ഷോല്ലസത്കൗസ്തുഭം സൗമ്യം സത്വഗുണോത്തമം സുസരയൂതീരേ വസന്തം പ്രഭും ത്രാതാരം സകലാർത്ഥസിദ്ധിസഹിതം വന്ദേ രഘൂണാംപതിം തുടങ്ങിയ ശ്രീരാമകർണാമൃത മന്ത്രങ്ങൾ, അതിലെ ശ്രീരാമ സ്തോത്രങ്ങൾ എല്ലാം നമുക്ക് ചൊല്ലാം. ഏതായാലും നാളത്തെ ഈ രാംലല്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നമുക്കും അങ്ങനെ ആവാം. ശ്രീരാമദേവ സ്തുതികളുമായി ശ്രീരാമദേവനെ ആരാധിച്ചുകൊണ്ട് നമുക്കും അതിൻ്റെ ഭാഗമാകാം. നമസ്കാരം.